ഗൈസ് 10 കഴിഞ്ഞു, നടന്നും കഴിഞ്ഞു. അപ്പോൾ ചലഞ്ച് കംപ്ലീറ്റ് ആയി. പേടിയല്ലോ. ഇനി നമ്മൾക്ക് ജിമ്മിലോട്ട് തെറിക്കാം. ദിവസം ഒരു പയം മാറ്റണം. ഇനി പീനട്ട് ബട്ടർ ഓട്സൊക്കെ വാങ്ങണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊന്നുണ്ട്. ചിലപ്പോൾ ഇതൊക്കെ വാങ്ങാൻ പോവും. ജിം പോവാം. ആദ്യം വീട്ടിൽ പോയിട്ട് ജിം പോവാം. ഓക്കെ, വെള്ളം കുടിച്ചാൽ വേണ്ടിയില്ല. ഓരോ ദിവസം ഓരോ പരിപാടി ഉണ്ടായിരുന്നു. ഉണ്ടാവില്ലല്ലോ. ലൈറ്റ് ഇവിടെ അല്ല, അവിടെ. ഗുയിസ്, നമ്മൾ ജിമ്മിലെത്തി. ലൈറ്റ് ഇട്. ഇന്ന് ആരുമില്ല. ലെഗ് ഇന്ന് കളിച്ചാണ്. ലെഗ് ഒരു മാസം പക്ഷെ നമ്മൾ നടക്കണ്ടല്ലോ. ഞാനൊക്കെ എത്ര കാറ്ററി കയറണ്ടേ ദിവസം. ലെഗിന് കളിച്ചാ 88 കിലോണേ പവർ തന്നെ. 88 കിലോ ഒരു മാസം കൊണ്ട് 52 ഉള്ളത്. ലെഗ് ഡേ ആണ്. ഒരു മാസമായാലോ തുടങ്ങി. പക്ഷെ എന്നാണ് ആദ്യം ലെഗ് ഡേ കളിക്കുന്നത്. കാറൊക്കെ കുഴഞ്ഞൊരു പരുവായി. എടുക്കട്ടെ. നിർത്താതെ ഭയങ്കര മഴ. എപ്പോൾ തുടങ്ങിയതറിയോ? കുറേ നേരമായി. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായി. ഞാൻ ഇവിടെ തിരുമ്പേനു. തിരുമ്പിൻ്റെ ഇടയ്ക്ക് ഒരു പാമ്പാണ് കയറി. പാമ്പ് കെട്ടി ഇതിനുള്ളിലേക്കാണ് കയറി. ഇങ്ങനത്തെ കാട്ടാന്നൊരു കൊടുത്തയാ. പാമ്പാണോ ചേരാണോ അറിയില്ല. എന്തോ സാധനം അതിനുള്ളിലേക്കാണ് കയറിപ്പോയത്. എന്താ ഫുള്ള് വെള്ളമായി. ഇവിടെ കണ്ട നിറഞ്ഞു ഒലിച്ചു. എന്തൊരു മഴ! പെട്ടെന്നുണ്ടായൊരു മഴയാണ്. ഫുള്ള് വെള്ളം. മിന്നൽ പ്രളയം കാണും ഗൈസ്. മിന്നൽ പ്രളയം. ചെരുപ്പൊക്കെ അതാ പോണോ മോനെ. ആ സാധനം എവിടുത്തെ പോകുന്നെങ്കിൽ പറയാൻ കഴിഞ്ഞാൽ അവിടുത്തെ കയറി വന്നാൽ ഇവിടെ കസാലിയൊക്കെയാണ് ഇരിക്കും. എന്താ കാട്ടാൻ ഒരു ഐഡിയ. വെള്ളമായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വള്ളത്തിന് അടി കൂടെ ഒക്കെ പോയിക്കാണ്ട് കാലമൊക്കെ ഞാൻ ഉമ്മച്ചാണ് പോവും. ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ എടുക്കേണ്ടി വരും ശേഷമുള്ളതാണെങ്കിൽ. ഭയങ്കര മഴ. കുറേ നേരം തുടങ്ങിയിട്ട് കുറേ കാര്യങ്ങളൊന്നും ചെയ്യാറുണ്ട്. പക്ഷേ ഫോണിനാണെങ്കിൽ ചാർജർ സാധനമില്ല, കരണ്ടും ഇല്ല. ആകെ പെട്ട് നിൽക്കണേ. 10 മണിയായി. ഇപ്പം സ്വിച്ച് ഓഫ് ആവും. ആകെ ഇത്ര 10 12 ഉള്ളൂ. ഇപ്പോൾ സ്വിച്ച് ഓഫ് ആവും. എന്താ ഞാൻ ചായ കുടിച്ചാണ്ട് വരാം. ഇന്ന് ചായക്ക് കടി ഒട്ടടയും പട്ടാണിക്കടലക്കറിയും തിന്നാണ്ട് വരാം ഗൈസ്. കരണ്ട് പോയിട്ട് ഇതുവരെയായിട്ട് വന്നിട്ടില്ല. അങ്ങനെ പോയി വന്ന് അങ്ങനെ ഇരിക്കണം. അപ്പോൾ നമ്മളെ ചലഞ്ചുകൾ കംപ്ലീറ്റ് ആക്കാൻ ഇനിയുമുണ്ട്. ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഫസ്റ്റിന് ബുക്ക് വായിക്കാം. കാരണം ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് നടക്കുള്ളൂ എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമുക്ക് എന്തായാലും ബുക്ക് ആദ്യം കംപ്ലീറ്റ് ചെയ്യാം. വെള്ളം കുടിക്കാം. ബാക്കി രണ്ടും അതിനനുസരിച്ച് ചെയ്യാം. ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് അങ്ങനെ പല പരിപാടികളുണ്ട് ഗൈസ്.
യെസ് വരട്ടെ. ഗൈസ് ഇന്ന് എന്താ അറിയില്ല, ഭയങ്കര ഒരു എനർജി കുറവ്, എന്തോ പോലെ. പക്ഷെ നമ്മൾ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കും. ഇപ്പോൾ ഇംഗ്ലീഷ് കാണാനുള്ള പരിപാടിയിലാണ്. പക്ഷേ 1 മണിയായി. വീഡിയോസ് എഡിറ്റ് ചെയ്തു ഇന്നലത്തെ വീഡിയോ. പിന്നെ ബുക്ക് വായിച്ചു കഴിഞ്ഞു, തിരുമ്പി കഴിഞ്ഞു. അത് ഇന്നത്തെ ഒരു ടാസ്ക് കഴിഞ്ഞു. നമ്മൾ ദിവസം ഒരേ ടാസ്ക് തന്നെ, ആ ടാസ്ക് എന്തായാലും ചെയ്യണം. അതിൻ്റെ പുറമെ നമ്മൾ വേറെ ടാസ്ക് ഇങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യണം. ഇന്നിപ്പോൾ തിരുമ്പാനുള്ള ഇന്നലെ തന്നെ ഞാൻ എഴുതി വെച്ചിരുന്നു, ഇന്ന് ഡ്രസ്സുകളൊക്കെ ഒന്ന് അലക്കണമെന്ന്. അതുകൊണ്ട് ഇന്ന് തിരുമ്പി. പിന്നെ അതിനെ ഓരോ ദിവസം ഇങ്ങനെ കൂടുമ്പോൾ ഓരോ ടാസ്കുകൾ ഇങ്ങനെ കൊണ്ടുവരാം. നിങ്ങൾ ഈ ചലഞ്ച് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പക്ഷേ ഈ വീഡിയോ ഇട്ടാൽ എനിക്കറിയാം ആകെ 10-40 ആൾക്കാരെ ഏറിപ്പോയാൽ കാണുള്ളൂ. മിനിമം ഒരു 20 ആൾക്കാർ, മാക്സിമം പോയ ഒരു 40 ആൾക്കാരൊക്കെ വീഡിയോസ് കാണുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷേ ഈ വീഡിയോ ഇരുന്ന് കണ്ട 1 തൊട്ട് ഡേ 75 വരെ കാണുന്ന ഒരാൾ ആരെങ്കിലും ഉണ്ടാവും ഫ്യൂച്ചറിൽ. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് പറയുന്നത്, നിങ്ങൾ ചലഞ്ച് തുടങ്ങുക, ഡേ ബൈ ഡേ ഇമ്പ്രൂവ് ആവുക, ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവരിക. ഗൈസ് വെറുതെ ഇങ്ങനെ റീൽ കണ്ടിരിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഗൈസ്. എന്തെങ്കിലും ഇപ്പോൾ വീഡിയോ സോഷ്യൽ മീഡിയ തുടങ്ങുകയാണെങ്കിൽ അങ്ങനെ തുടങ്ങുക ഗൈസ്. ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങുക. എനിക്കിനി ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഒന്ന് സ്റ്റാർട്ടാക്കണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ 75 ആഡ് കഴിഞ്ഞ് മുമ്പ് തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു 10-30 വീഡിയോ എന്തായാലും ഇടും. അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ ഗൈസ് നിങ്ങൾ എന്തായാലും തുടങ്ങുക, അത്ര എനിക്ക് പറയാനുള്ളൂ. 75 ആഡ് നല്ലൊരു പരിപാടിയാണ്. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ ഒരു മെലിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ഷുഗർ കട്ടും ഓയിൽ കട്ടും പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ഞാൻ പറയില്ല. പൂർണ്ണമായി ഒഴിവാക്കേണ്ട ആവശ്യമില്ല. മെലിഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ, ബാഡായിട്ടുള്ള ഫാറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ പൂർണ്ണമായിട്ട് കട്ട് ചെയ്തോളൂ. പക്ഷേ നിങ്ങൾക്ക് തടിയില്ല, നിങ്ങൾ ബൾക്കിങ്ങിന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരിപാടിക്കെന്നല്ല, ഈ എന്താ പറയുക ഡയറ്റിൻ്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. അത്ര എനിക്ക് പറയുള്ളൂ ഗൈസ്. ഞാൻ കുറേയൊക്കെ ഒഴിവാക്കി. എൻ്റെ തടി കുറയുന്നുണ്ടോ ഒരു ഡൗട്ടുണ്ട്. 53 കിലോ ഉണ്ടായിരുന്നു, 52 കിലോനായോ ഡൗട്ട്. അപ്പോൾ അതന്നെ, എല്ലാതും ഒഴിവാക്കണമെന്നില്ല. ഭയങ്കര എണ്ണായിട്ടുള്ള മാത്രം ഒഴിവാക്കിയാൽ മതി ഗൈസ്. എല്ലാതും അങ്ങോട്ട് ഒഴിവാക്കിയാലും നമുക്ക് ജീവിക്കാൻ കഴിയില്ല. കാരണം എല്ലാത്തിലും എന്തെങ്കിലുമൊക്കെ ഓയിലോ എന്തെങ്കിലുമൊക്കെ ഷുഗറോ ആയിട്ടുണ്ടാവും. അതില്ലാത്ത സാധനങ്ങൾ വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ അത്രയും പൈസ ഉള്ള ആൾക്കാരാവണം, ഇതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റണത് ആയിട്ടുള്ള ആൾക്കാരാവണം. ഇല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ പട്ടിണി എടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ മെലിഞ്ഞിട്ടുള്ള ഒരാളാണ് 75 ഹാർഡ് ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ഭയങ്കരമായിട്ടുള്ള ഇതൊന്നും വെക്കില്ല. അപ്പോൾ കുഴിമന്തി തിന്നിട്ടില്ല ഞാൻ, ബിക്കോസ് അതത്ര നല്ലതല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ തിന്നാനത്. പക്ഷേ നിങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിൽ നിങ്ങൾക്കറിയാം, എപ്പോഴെങ്കിലും ഒരു കൊല്ലത്തിലൊക്കെ ആയിരിക്കും ഒരു കല്യാണമോ ഒരു പരിപാടി എന്തെങ്കിലും വരിക, അപ്പോഴായിരിക്കും ഒരു കുഴിമന്തിയൊക്കെ കിട്ടുക. അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് തിന്നോളൂ. കാരണം എന്താ വെച്ചാൽ എപ്പോഴെങ്കിലൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ തിന്നാം. പക്ഷെ ഞാൻ തിന്നിട്ടില്ല, വേറെ കാര്യം. ഞാൻ ഇതിനോട് കുറച്ചുകൂടി നീതി പുലർത്തി ചെയ്യാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഈ ഫുഡ് കൺട്രോൾ ചെയ്യാൻ കാരണം, മെലിഞ്ഞിട്ടുള്ള ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്യാനുള്ള കാരണം നമ്മൾ ഇതിൽ നിന്ന് ഡിസിപ്ലിൻ പഠിക്കും എന്നുള്ളതാണ്. കാരണം ഈ ഫുഡ് കൺട്രോൾ ചെയ്ത് 75 ദിവസം പോകുമ്പോൾ നമുക്കൊരു ഡിസിപ്ലിൻ വരും ഗൈസ്. പിന്നീട് അങ്ങോട്ട് നമുക്ക് ഓരോ കാര്യത്തിലും ഡിസിപ്ലിൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഡിസിപ്ലിൻ മേക്സ് യു സക്സസ്. ഓക്കെ, നല്ലൊരു കോട്ടല്ലേ. കൺസിസ്റ്റൻസി മേക്സ് യു സക്സസ്. അതെ. അപ്പോൾ ഗൈസ് ഞാൻ എന്തായാലും ഞാൻ എന്തായാലും ഇംഗ്ലീഷിൻ്റെ ക്ലാസ് കണ്ടിട്ട് വരാം. നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ അങ്ങനെ പഠിച്ച് ഇതൊക്കെ ഒന്ന് തീർക്കണം എന്ന് വിചാരിച്ചുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. ഇപ്പോൾ നെറ്റ് കിട്ടണില്ല. വന്നു നെറ്റ് ഇടക്കിടക്ക് പോവും. അപ്പോൾ നമ്മളെ മൂഡും പോവും. പിന്നെ ഇതിലാണെങ്കിൽ ചാർജും ഇല്ല, കറണ്ടും ഇല്ല. ആകെപ്പാടെ ഒരു ശോകം അവസ്ഥ ഗൈസ്. എന്താ അറിയില്ല. അത് നമുക്കിതെങ്ങനെയെങ്കിലും ഒന്ന് ഫുള്ളാക്കണം. ഒരു വ്ളോഗ് കാണണം, 5 വേർഡ്സ് ഒന്ന് പഠിക്കണം. യെസ്, ഇതെങ്ങനെയും തീർത്തിട്ട് വരാം. ക്വിസ് നമ്മൾ
നമ്മളിപ്പോൾ ക്ലിനിക്ക് പോവാണ് ഗൈസ്. ക്ലിനിക്ക് പോകാൻ ടൈമായി. ഇന്നത്തെ ദിവസം ഭയങ്കര ശോകാവസ്ഥയാണ്. കറണ്ട് പോകും ഇടയ്ക്ക് വരും, കറണ്ട് പോകും ഇടയ്ക്ക് വരും. പിന്നെ ചാർജ് ഇല്ല, ചാർജ് സ്വിച്ച് ഓഫ് ആവും, പിന്നെ എടുക്കും, പിന്നെ സ്വിച്ച് ഓഫ് ആവും. അങ്ങനെ ഒരുമാതിരി ഒരു ദിവസം. പിന്നെ ഇടയ്ക്ക് പാമ്പ് കയറിയാണ്ട് സലാം പറഞ്ഞ് പോയി. അങ്ങനെ ഒരു ദിവസം. ചെറിയൊരു വീഡിയോ ആണ്. വൈൻഡ് അപ്പ് ആയിട്ട് നമ്മൾ എന്തായാലും ക്ലിനിക്ക് പോവുകയാണ്. ക്ലിനിക്കിൽ പോയി വന്നിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. ഇംഗ്ലീഷ് നോക്കി, പിന്നെ 5 വേർഡ്സ് പഠിക്കാണ്ട് ഗൈസ്. 5 വേർഡ്സ് പഠിക്കാണ്ട് അത് ഇംഗ്ലീഷ് നോക്കി 2.5 ലിറ്റർ വാട്ടർ കുടിച്ചു. പിന്നെ അതിൻ്റെ വർക്കൗട്ട് കഴിഞ്ഞു. ഇൻഡോറും ഔട്ട്ഡോറും വർക്കൗട്ട് കഴിഞ്ഞു. ഹെൽത്തി മീൽ കഴിച്ച് പിന്നെ ഇനി എന്താ ബുക്ക് വായിച്ച്, പിന്നെ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ കാര്യം. അതിനാദ്യം ബാങ്ക് അക്കൗണ്ട് എടുക്കണം. അതിനായി നാളെ പോകണം. ഇന്ന് പോകാൻ വിചാരിച്ചാണ് ഗൈസ് പക്ഷേ മഴ കാരണം പറ്റിയില്ല. അപ്പോൾ അതിന് നാളെ പോകണം. ബാങ്ക് അക്കൗണ്ട് റെഡിയാക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഗൈസ്. ആദ്യം നമുക്ക് എന്തായാലും ക്ലിനിക്ക് പോകാം. ഗോയ്സ് 8 മണിയായി. ക്ലിനിക്ക് കഴിഞ്ഞു. അപ്പോൾ പിന്നെ കാലൊക്കെ ഇന്ന് ലെഗ് അടിച്ചിട്ട് കാലൊക്കെ മറ്റേ കുഴഞ്ഞ് പരിവായിക്കണം, വേദനയായിട്ട്. നമുക്ക് എന്തായാലും വീട്ടിലേക്ക് തിരക്കാം. ഗൈസ് ഇന്നത്തെ എല്ലാ ചലഞ്ചും അവസാനിച്ചു. എല്ലാ സാധനങ്ങളും കംപ്ലീറ്റ് ചെയ്തു. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. ഇന്ന് ഡേ 5 കംപ്ലീറ്റ് ആയി. അങ്ങനെ 5 ദിവസം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇനി 70 ദിവസമുണ്ട്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാം. നാളെ കാണാം ഗൈസ്. ബൈ.